എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ മപ്പാസാണ്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ചോറിന്, അപ്പം, പുട്ട്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും ഇത് നന്നായിട്ട് ചേരുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡിഷുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കരിമീൻ കഴുകി എങ്ങനെ വൃത്തിയാക്കുന്നത് ഞാൻ ഒടുവിൽ ഡീറ്റെയിലായിട്ട് കാണിച്ചിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ 600 ഗ്രാം കരിമീൻ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു മസാല ആവശ്യമാണ്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണ്, അതേപോലെ ഉപ്പ് 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, വെളിച്ചെണ്ണ 1 ടീസ്പൂണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലതായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ ലെമൺ ജ്യൂസും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഈ മീനിലെല്ലാം നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ച് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കണ്ടോ, ഇങ്ങനെ ഇതേപോലെ വരഞ്ഞ് വേണം മീനിൽ നമ്മൾ ഈ മസാല എല്ലാം തേച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അകത്തോട്ട് മാംസത്തിലെല്ലാം ഈ മസാല നന്നായിട്ട് പിടിക്കുമേ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇനി അടുത്തൊരു മസാല തയ്യാറാക്കാനുണ്ട്. 10-12 കൊച്ചുള്ളി പൊളിച്ചതും 7-8 വെളുത്തുള്ളി പൊളിച്ചതും അതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ ഇത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു സ്മൂത്ത് പേസ്റ്റാക്കി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. മീനപ്പോൾ നമ്മുടെ ഏകദേശം ഇപ്പോൾ അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മളതൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. ഇതുപോലൊരു വാഴയില ഇട്ടിട്ട് നമ്മൾ ഇതിനെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കരിമീൻ്റെ തൊലിയൊന്നും ഇളകാതിരിക്കും. അല്ലെങ്കിൽ ഈ കരിമീൻ നമ്മൾ തിരിച്ചിടുന്നതൊക്കെ ഉണ്ടല്ലോ, തൊലി പെട്ടെന്ന് അങ്ങ് ഇളകി പോകുന്നത് ഈ സൈസ് മീനിൻ്റെ അതൊക്കെ. അപ്പോൾ ഇങ്ങനെ വാഴയില വിരിച്ചിട്ട് അതേലാണ് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് തന്നെ നമുക്ക് മീൻ വറുത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് എന്നിട്ടാണ് വറക്കാൻ വെച്ചത്. ഇതൊരു 60% വറുത്തെടുത്താൽ മതി നമുക്ക്, അല്ല ഒത്തിരി ഒന്നും വറക്കേണ്ട, അത്രയുമേ ഇത് വെന്തച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതിന് വീണ്ടും ഉണ്ടാക്കുന്ന ആ മസാലയ്ക്കകത്തിട്ട് വേണം നമുക്കിതിനെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇലയിലായിട്ട് തന്നെ കുറച്ച് തൊലിയൊക്കെ അതിൻ്റെ പോയി കണ്ടില്ലേ. അപ്പോൾ ശ്രദ്ധിച്ചിതാണെന്നുണ്ടെങ്കിൽ ഇളക്കിയെടുത്തില്ലെങ്കിൽ ഇതേപോലൊക്കെ തൊലിയൊക്കെ അതിലങ്ങ് പറ്റിപ്പിടിക്കും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുകയില്ല, അത്രയേ ഉള്ളൂ, അല്ലാതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ നമ്മളിതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മീൻചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് 1 പീസ് ഇഞ്ചിയാണ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കുന്നത്. അതേപോലൊക്കെ തന്നെ 5-6 വെളുത്തുള്ളി തോല് കളഞ്ഞിട്ട് അതും നീളത്തിൽ അരിഞ്ഞത് തന്നെയാണ് ഞാൻ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അരയ്ക്കാനും നമ്മൾ വെളുത്തുള്ളി എടുത്തിരുന്നു, ഇപ്പം വഴറ്റാനും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലെ സവാളയാണ് ചേർത്തേക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അതിനോടൊപ്പം ഇനി 4-5 പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവരവരുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ. ഇതിനധികം എരിവുള്ളതല്ല, അതുകൊണ്ടാണ് ഞാൻ 4-5 ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും ഏകദേശം മൂത്തൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇത് പച്ച മസാലയാണല്ലോ എല്ലാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതിനി ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. അപ്പോഴേ ഈ പച്ചമണമൊക്കെ മാറി നമുക്കിതൊന്ന് മൂത്ത് കിട്ടത്തുള്ളൂ. ഇതിനോടൊപ്പം നമുക്ക് മിക്സി ജാറ് കഴുകിയ ഒരു 50 ml വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം ഡ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ മസാലയും മൂത്ത് കിട്ടും, അടിയിലൊന്നും പിടിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്, അതേപോലൊക്കെ നോമ്പ് തുറയും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിഷൊക്കെ നല്ലതാണ് നമുക്ക് ഉണ്ടാക്കിയൊന്ന് ട്രൈ ചെയ്യാനായിട്ട്. എന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ, ഒരു ഡിഫറെൻറ്റ് ഡിഷായിട്ടിരിക്കും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇപ്പോൾ നമ്മുടെ മസാല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിലേക്ക് ഇനി നന്നായിട്ട് പഴുത്ത ഒരു ടൊമാറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കാനേ, കാരണം ഇതിൻ്റെ ഫ്ലഷൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അതാണ് അടുത്ത കണക്കെന്ന് പറയുന്നത്.
അതിനി നമുക്ക് അടപ്പ് വെച്ച് അടച്ചിതിനെ വേവിക്കാം. അപ്പോൾ തക്കാളിക്കകത്തിലെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ ആ തക്കാളിക്കകത്തിലെ ആ ഫ്ലഷൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരമുറി തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ച് ഒന്നാം പാലും എടുത്ത് വെച്ചു. 400 ml വെള്ളം ചേർത്ത് രണ്ടാം പാലും എടുത്തേ. അപ്പോൾ അതായി ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ രണ്ടാം പാൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമേ നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ മീൻ ഇനി ഇതിനകത്ത് കിടന്ന് വേണം നമ്മളുടെ വെന്ത് കിട്ടാനായിട്ട്. ഏകദേശം ഒരു 60% മീൻ നമ്മുടെ ഫ്രൈ ചെയ്തപ്പോൾ വെന്തതാണ്. ബാക്കി മുഴുവൻ ഈ മസാലയ്ക്കകത്ത് കിടന്ന് വേണം വേകാനായിട്ട്. ഇനി ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുക്കുക മാത്രമേ ആകാവേ, തവിയൊന്നും ഇതിനകത്ത് ഇടരുത്. ഇനി അടപ്പ് വെച്ച് അടച്ച് നമുക്കിതിനെ വേവിക്കാം. കണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അടിയിലൊന്നും പിടിക്കത്തുമില്ല, മീൻ ഇങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചോണം മീനിൻ്റെ ചാറ് കുറുകി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചാറ് കുറുകി വന്നതിന് ശേഷം വേണം ഒന്നാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ചാറ് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണേ. ഏകദേശം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നേച്ചാൽ മാത്രം മതി. കാരണം ആ ചട്ടിയുടെ ഒരു ചൂടും കൂടെ ഉള്ളതുകൊണ്ട് അത് റെഡിയായിട്ട് വന്നോളൂ. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു, റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിതിലേക്ക് ഒരു കടുവറ ആവശ്യമാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 4-5 കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി അതൊന്നും മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം, കണ്ടില്ലേ. ഇതിലേക്ക് ഇനിയും 1-2 തണ്ട് കറിവേപ്പിലയും 1-2 ഉണക്കമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കടുവറ നമ്മുടെ റെഡിയായി. ഇത് ഓപ്ഷണലാണേ, ആവശ്യമുള്ളവർക്ക് ചെയ്തേച്ചാൽ മതി. പക്ഷേ ഈ ഒരു കടുവറ ചേർത്താൽ വളരെ രുചികരമായിരിക്കും നമ്മുടെ മപ്പാസ്. ഇനി അത് നമുക്ക് മപ്പാസിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഈ കടുവറ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയൊക്കെ അതിൽ നിന്ന് കിട്ടും. തക്കാളിക്കായ്ക്കകത്തൊന്നും അത്ര പുളിന് കിട്ടത്തില്ലല്ലോ, ഒരു തക്കാളിക്കയല്ലേ ചേർത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒടുവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ അതിന് കിട്ടും. അപ്പോൾ നമ്മുടെ കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഒടുവിൽ 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മീൻകറിക്കൊക്കെ സാധാരണ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ കരിമീൻ ഇങ്ങനത്തെ മീനുകളൊക്കെ എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നതെന്നാണ്. അതിന് ഒരു ചെറിയ നെല്ലിക്ക അളവിലുള്ള പുളി കുതിർത്ത് വെക്കുക. അത് ആ വെള്ളത്തിൽ മീനാണെന്നുണ്ട് ഒരു 10 മിനിറ്റോളം ഇട്ട് വയ്ക്കുക. അതിന് ശേഷം ഇതേപോലെ പിച്ചാത്തിയിട്ട് നല്ലതായിട്ട് ചുരണ്ടി ആ അഴുക്കെല്ലാം കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പിച്ചാത്തിയിട്ട് ചുരണ്ടുമ്പോഴേ ആ അഴുക്കെല്ലാം അങ്ങ് ഇളകിപ്പോകും കേട്ടോ. നാരങ്ങാ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ എന്തെങ്കിലും ഒഴിച്ചിതുപോലെ 10 മിനിറ്റ് ഇട്ടിരുന്നേച്ചാൽ മതി. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നോമ്പ് തുറയ്ക്കും അതേപോലെ ഈസ്റ്ററിനും ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഷാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. വീട്ടിൽ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ കമൻ്റ് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. കണ്ടില്ലേ, മീൻ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കറുപ്പ് കളറെല്ലാം പോയി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കരിമീൻ എല്ലാവരും പറയും എപ്പോഴും ഒരു ചേറിൻ്റെ ചുവയുണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.